Hello everyone, നമുക്ക് പുതിയൊരു ചാപ്റ്റർ പഠിക്കാം. വിത്തിൻ 10 minutes അലൻ സാർ പഠിപ്പിച്ചൊരു ഡ്രീംസ് റിയലൈസ്ഡ് ബൈ മഹാദേവ് ദേശായി. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, പഠിക്കണം. കാരണം നിങ്ങൾ കുറേ റൈറ്റിംഗ് സെക്ഷനുള്ള ക്വസ്റ്റൻസ് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റും. ലെറ്റർ ആയിക്കോട്ടെ, ക്യാരക്ടർ സ്കെച്ച് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം, നല്ല പറ്റുള്ളൂ. ഓക്കെ, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണ്. ഇതിന് ഡീറ്റെയിൽഡ് അടിപൊളിയായിട്ടുള്ള ക്ലാസ്. ഇതല്ല എല്ലാ ചാപ്റ്റേഴ്സിനും എല്ലാ സബ്ജക്ട്സിനും വേണമെങ്കിൽ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഫീ റിഡക്ഷൻ ഉണ്ട്, കോൺടാക്ട് ചെയ്താൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇതിന് നോട്ട്സ് നിങ്ങൾക്ക് വാട്സാപ്പ് QR കോഡിലും കൂടി കിട്ടും. താഴെ ഡിസ്ക്രിപ്ഷനിൽ PDF നോട്ടായിട്ടും കിട്ടും. ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. അതിൽ എക്സ്ട്രാ ക്വസ്റ്റൻസ് ഉണ്ടാവും. ബാച്ചിലുള്ളവർക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബുക്ക് ആൻസേഴ്സും ഫുൾ ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ചാപ്റ്റർ. ഫസ്റ്റ് തന്നെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് മനസ്സിലാക്കാം, കാരണം ക്യാരക്ടർ സ്കെച്ചിൽ ആവശ്യം വരും. ഫസ്റ്റ് തന്നെ നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധി. ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഈ ചാപ്റ്റർ കോണ്ടെക്സ്റ്റിൽ ഒന്ന് മനസ്സിലാക്കാം. ദ സെൻട്രൽ ഫിഗർ ആൻഡ് ദ മോറൽ ടീച്ചർ. ഓക്കെ, സെൻട്രൽ ഫിഗർ നമുക്കറിയാം. ഓക്കെ, ഡിഫൈൻസ് ട്രൂ ബ്രേവറി ആസ് സഫറിംഗ് വിത്തൗട്ട് റിറ്റാലിയേഷൻ. ഒരു ഭയങ്കര ബ്രേവറി എന്ന് പറയുമ്പോൾ പോയി എല്ലാവരും അടിച്ചുണ്ടാക്കുക അല്ല, അതല്ല പറയുന്നത്. വിത്തൗട്ട് റിറ്റാലിയേഷൻ, തിരിച്ച് എന്താ തല്ലാതെ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാതെ സഫർ ചെയ്ത് ബാക്കിയുള്ളവർക്ക് നിൽക്കുന്നതിനാണ് ബ്രേവറി എന്ന് പറയുന്നത്. ബിലീവ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ഡെവലപ്പ് ക്യാരക്ടർ. നിങ്ങളൊക്കെ സ്കൂളിലായിരിക്കുന്നത് ഇതിന് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. കണക്ട്സ് ദ സ്പിന്നിങ് വീൽ ആൻഡ് ദ എംപ്ലോയ്മെൻറ്റ് സെൽഫ് റിലയൻസ്. അത് നമ്മുടെ ചാപ്റ്ററിൽ കാണും. റെസ്പെക്ട്സ് ദ കറേജ് ഓഫ് ഓർഡിനറി വിമൻ. അവരെ ബഹുമാനിക്കുന്നുണ്ട്. വാണ്ട്സ് ഇൻഡിപെൻഡൻസ് വിത്തൗട്ട് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഇൻഡിപെൻഡൻസ് ആണ് ഇന്ത്യക്ക്. പിന്നെ ചാർലി ചാപ്ലിനെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ വിമൻ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ മഹാദേവ് ദേശായി വേണ്ടി കഥ എഴുതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഓക്കെ, ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു യൂറോപ്പ് ആൻഡ് ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പം മഹാത്മാഗാന്ധി യൂറോപ്പ് ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മഹാത്മാഗാന്ധി അറ്റൻഡ് സെവറൽ മീറ്റിംഗ്സ് ഓർഗനൈസ്ഡ് ബൈ ഇൻ ഹിസ് ഓണർ. അപ്പം ആൾ ഫേമസ് ആണ്, നല്ലൊരു ലീഡറാണ്, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. അപ്പം കുറേ ആൾക്കാർ മീറ്റിങ്ങിനും സ്പീച്ചസിനൊക്കെ വിളിക്കും. ഫ്രഞ്ച് സ്റ്റുഡൻസ് വെൽക്കം ഹിം ആസ് ദ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ്റെ ആത്മീയ ഗുരു എന്നാണ് പറയുന്നത്. ഓക്കെ, ദേ ഹാവ് സീൻ ഹിം ആസ് എ സോഴ്സ് ഓഫ് ലൈറ്റ് ഫോർ an exploitation blinded West and healing influence on war weary Europe. ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്? അവരെന്താണ് മഹാത്മാഗാന്ധിൻ്റെ എന്താ വലിയ ലീഡറായിട്ടാണ് കാണുന്നത്? അല്ല, അവരെന്താ കാണുന്നത്? ലൈറ്റ് ഫോർ സോഴ്സ് ഓഫ് ലൈറ്റ്, ഒരു പ്രകാശത്തിൻ്റെ കിരണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഫോർ ആൻ എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റ്. എക്സ്പ്ലോയിറ്റേഷൻ, ബാക്കിയുള്ളവരെ ഊറ്റിയെടുക്കുന്ന ബ്ലൈൻഡഡ്, ഐ എം വെരി സോറി. ഓക്കെ, എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ വെസ്റ്റ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ കൺട്രീസ്, അവരൊക്കെ എന്താണ് ഇന്ത്യയിൽ വന്നിട്ട് നമ്മളെ ഊറ്റിയെടുക്കുക, മോഷ്ടിക്കുക, റൂൾ ചെയ്യുക, കൊളോണിയലിസം. ഓക്കെ, അതിനെ പറ്റിയിട്ടും അതിൽ ഒരു നല്ലൊരു ഒരു സോഴ്സ് ഓഫ് ലൈറ്റും അതേപോലെ ഹീലിംഗ് ഇൻഫ്ലുവൻസ് ഉണ്ട് വാർ വെയറി യൂറോപ്പ്. ഓക്കെ, ഒരു നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് വാർ വെയറി. ഈ വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ അതിൻ്റെ യുദ്ധങ്ങൾ കഴിഞ്ഞൊരു ചെറിയ ഹീലിംഗിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു പ്രസൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഗാന്ധി അഡ്രസ്സസ് ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്. ദെയർ വെൽക്കം ഗിവ്സ് ഹിം സ്ട്രെങ്ത് ഫോർ എ ഡിഫിക്കൽട്ട് മിഷൻ ഇൻ ഇന്ത്യ. അവർ നല്ല വെൽക്കമാണ് കൊടുക്കുന്നത്, അവരങ്ങോട്ട് സ്പീച്ചൊക്കെ പറയുന്നത്, അതൊക്കെ നടക്കും. ഓക്കെ, ഹി ടീച്ചസ് യങ് പീപ്പിൾ ദാറ്റ് നോൺ വയലൻസ് ഇസ് നോട്ട് ദ വെപ്പൺ ഓഫ് വീക്ക് പീപ്പിൾ. അപ്പം നോൺ വയലൻസ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അയ്യേ അവന് ശക്തിയില്ല, മോശമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതല്ല, ശക്തി ഇല്ലാത്തവരല്ലേ, ബ്രേവറി ഇല്ലാത്തവരല്ല നോൺ വയലൻസ്. പറയുന്നത് എന്താണ്? ഇറ്റ് റിക്വയർസ് ഗ്രേറ്റ് ഇന്നർ സ്ട്രെങ്ത്. തിരിച്ച് പോയി അടിക്കാതിരിക്കാനോ വോർ ഉണ്ടാക്കാതിരിക്കാനോ അതിന് എക്സ്ട്രാ സ്ട്രെങ്ത് വേണമെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗാന്ധി, മസ്കുലർ സ്ട്രെങ്ത് ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ എ സ്ട്രോങ് ഹാർട്ട്. മസ്കുലർ സ്ട്രെങ്ത് അല്ല ഇൻഡിപെൻഡൻസിന് വേണ്ടത്, ഒരു സ്ട്രോങ് ഹാർട്ടാണ് വേണ്ടത്. ഓക്കെ, ഫൈറ്റിംഗ്, കില്ലിംഗ് ഓർ ഡൈയിങ് മേ അപ്പിയർ ബ്രേവ്. അതൊക്കെ കാണുമ്പം ഭയങ്കര ബ്രേവ് ആയിട്ട് തോന്നും. ബട്ട് അക്സെപ്റ്റിംഗ് ദ അപ്പോണൻസ് ബ്ലോ. ഓക്കെ, അവരുടെ ഒരു ഇടി കിട്ടുന്നതോ തല്ലി കിട്ടുന്നതോ വിത്തൗട്ട് റിറ്റാലിയേഷൻ റിക്വയർസ് ഗ്രേറ്റർ കറേജ് ആൻഡ് സെൽഫ് കൺട്രോൾ. അതിനെക്കാട്ടും ധൈര്യവും സെൽഫ് കൺട്രോളും വേണം. റിറ്റാലിയേഷൻ എന്ന് പറയുക, തിരിച്ചു കൊടുക്കുന്നത് റിറ്റാലിയേഷൻ, അതില്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അതാണ് ഗ്രേറ്റർ കറേജ് വേണ്ടത്. ഓക്കെ, ഗാന്ധി കണക്ട്സ് നോൺ വയലൻസ് വിത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് നോൺ വയലൻസിനെ പറ്റി മനസ്സിലാവുള്ളൂ, അതിനെ പറ്റി കണക്റ്റിംഗ് കാണിച്ചു തരും. ഓക്കെ, റിയൽ എഡ്യൂക്കേഷൻ ഡസ് നോട്ട് മീൻ ഫില്ലിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഓർ റീഡിംഗ് മിയർലി ടു പാസ് എക്സാംസ്. എക്സാം പാസ്സാകാൻ വേണ്ടി മാത്രമല്ല പഠിക്കേണ്ടതല്ല വായിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ദ റിയൽ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ടു ഡെവലപ്പ് ക്യാരക്ടർ. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലുള്ള കുറേ വിവരം കയറുന്നുണ്ട്, നിങ്ങൾ യു ആർ ബിക്കമിങ് നോളജബിൾ. അപ്പോൾ നിങ്ങൾക്കും ക്യാരക്ടർ ഡെവലപ്പ് ആകുന്നുണ്ട് സ്കൂളിലൊക്കെ. വിത്തൗട്ട് ഗുഡ് ക്യാരക്ടർ ദ സ്റ്റഡി ഓഫ് നോൺ വയലൻസ് ബിക്കംസ് യൂസ്ലെസ്. ക്യാരക്ടർ ഇല്ലാതെ നോൺ വയലൻസിനെ പറ്റി പഠിക്കുന്നത് വേസ്റ്റ് ആണെന്ന് പറയുന്നത്. ഗാന്ധി റിസീവ്സ് ന്യൂമറസ് ലെറ്റേഴ്സ് എക്സ്പ്രസിംഗ് സപ്പോർട്ട് ഫോർ ഹിസ് മിഷൻ. ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് ഇംഗ്ലീഷ് സിവിൽ സർവൻസ് ഓൾസോ മീറ്റ് ഹിം. അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ഗാന്ധിജിക്ക് യൂറോപ്പിൽ മൊത്തം. ചാർലി ചാപ്ലിൻ ആസ്ക്ഡ് ടു മീറ്റ് ഗാന്ധി. ഗാന്ധി ഇനീഷ്യലി ഡസ് നോട്ട് നോ ഹു ചാപ്ലിൻ ഇസ്. ചാർലി ചാപ്ലിൻ അന്ന് ഭയങ്കര ഫേമസ് അവിടെ ആയിരുന്നെങ്കിലും ഇവിടെ ആയിട്ടില്ലേ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം.
പക്ഷേ ആദ്യം പറയുന്നത് ആരാ വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുക, ആക്ടറാന്നൊക്കെ പറയുമ്പോൾ. ഹി അഗ്രീസ് to meeting Chaplin after learning that Chaplin came from ordinary people, lived for them and made millions laugh. Okay, വലിയൊരു മെഗാ മൂവി സ്റ്റാറിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് കേൾക്കുമ്പോൾ ഗാന്ധിജിക്ക് താല്പര്യമില്ല. കാരണം ഗാന്ധിജി ഈസ് നോട്ട് അബൌട്ട് ഫെയിം, മണി, അങ്ങനെ ഭയങ്കര സംഭവം. ഒരു സാധാരണക്കാരനാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ്, അതിന് സാധാരണക്കാർക്ക് ചിരിപ്പിക്കാനുള്ള സിനിമയൊക്കെ ഉണ്ടാക്കുന്ന നോക്കുമ്പോൾ എന്നാൽ കാണാമെന്ന് വിചാരിച്ചു. Charlin asked Gandhi why Gandhi is against machinery. Machinery എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, മെഷീൻസ് അത് വരുന്നതിന് എന്തിനാണ് എഗെയിൻസ്റ്റ് എന്നാണ് ചാപ്ലിൻ ചോദിക്കുന്നത്. ഗാന്ധി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹിസ് കൺസേൺ ഇസ് ദ അൺഎംപ്ലോയ്മെന്റ് എക്സ്പീരിയൻസ് ബൈ ഇന്ത്യൻ പെസൻസി. ഇന്ത്യ ഇസ് എ വെരി ആഗ്രോ ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ ബേസ്ഡ്. അപ്പം അവിടെ കൊണ്ടുപോയി കുറേ മെഷീൻസ് വന്നാൽ ഈ ഫാമേഴ്സ് അവർക്കൊക്കെ ജോലി കിട്ടില്ല, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ചിലപ്പം ഫാക്ടറീസ് മെഷീൻസ് ആയിരിക്കും, അന്നെന്താണ് മെഷീൻസ് വന്നാൽ കാര്യം നടക്കൂല. അപ്പോൾ അതാണ് പറയുന്നത്. ദ സ്പിന്നിങ് വീൽ മൂവ്മെൻറ്റ്. ഓക്കെ, ദ സ്പിന്നിങ് വീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർക്ക എന്ന് പറഞ്ഞിട്ട് നടക്കില്ലേ. ഓക്കെ, ഗാന്ധിജീൻ്റെ സിമ്പിളായിട്ട് കാണില്ലേ. ഓക്കെ, പ്രൊവൈഡ്സ് യൂസ്ഫുൾ വർക്ക് ആൻഡ് ഹെൽപ്സ് വില്ലേജസ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ക്ലോത്ത്. ഓക്കെ, സെൽഫ് റിലയൻസ്, വേറെ ആത്മനിർഭർ എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ ബാക്കിയുള്ളവരിൽ റിലേ ചെയ്യണ്ട, നമ്മൾ സ്വന്തം നമ്മുടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇന്ത്യ വാസ് എ സെൽഫ് റിലയൻറ്റ് കൺട്രി ബിഫോർ കൊളോണിയൽസ്. ഇന്ത്യ സ്പൈസസ് പ്രൊഡ്യൂസ് ചെയ്യും, കുറേ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, റിച്ച് കൺട്രി ആയിരുന്നു. പിന്നെ ഇവർ വന്നിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഓക്കെ, ഇറ്റ് ദെയർ ഫോർ റെപ്രസെൻറ്റ്സ് എംപ്ലോയ്മെൻറ്റ് കിട്ടും, ഡിഗ്നിറ്റി അഭിമാനം കിട്ടും, ആൻഡ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്. ബാക്കിയുള്ളവർക്ക് പൈസയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ല. ഓക്കെ, ഗാന്ധി ബിലീവ്സ് ദാറ്റ് എവറി നേഷൻ ഷുഡ് ബി സെൽഫ് റിലയൻറ്റ്. സ്വന്തം, വേറെ ആരുടെ അടുത്ത് ആവശ്യത്തിന് പോകണ്ട, സ്വന്തം എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ. ഓക്കെ, ഇൻ ബേസിക് നെസസിറ്റീസ് എസ്പെഷ്യലി ഫുഡ് ആൻഡ് ക്ലോത്തിങ്ങിൽ വേറെ ആരുടെ അടുത്ത് പോകേണ്ട ആവശ്യം വരരുത്. ഗാന്ധി ലേറ്റർ അഡ്രസ്സസ് വിമൻസ് ഇന്ത്യ കൗൺസിൽ ആൻഡ് കറക്റ്റ്സ് ഫാൾസ് ഐഡിയാസ് അബൌട്ട് ഇന്ത്യൻ വിമൻ. അപ്പോൾ എന്താണ്, ഇന്ത്യൻ വിമൻ കൗൺസിൽ, വിമൻസ് ഇന്ത്യൻ കൗൺസിലിനെയും അതേപോലെ തന്നെ വിമനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നുണ്ട് ഗാന്ധി. ഓക്കെ, ഇന്ത്യൻ വിമൻ എന്താണ്, വീട്ടിലിരുന്ന് ഒരു പണിയും ചെയ്യുന്നില്ല, അവർക്കൊരു വാറിന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഫൈറ്റ് ചെയ്യുന്നില്ല, അതേപോലെ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നുണ്ട്. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് വിമൻ പ്ലേഡ് എ ഹീറോയിക് റോൾ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ഓക്കെ, അവർ മേജർ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. വെൻ ഓർഗനൈസേഷൻസ് വർ ഡിക്ലെയർഡ് ഇല്ലീഗൽ, ലീഡേഴ്സ് വർ ഇംപ്രസ്ഡ്, വിമൻ കെയിം ഫോർവേഡ് ആൻഡ് ഫിൽ ദ ജയിൽസ്. ഇതൊക്കെ ഇല്ലീഗലാണെന്ന് പറഞ്ഞു വരുമ്പോൾ ഓക്കെ, വിമൻസ് ഓർഗനൈസേഷൻ പറ്റൂല, നിങ്ങൾ പറ്റൂല, പുറത്തിറങ്ങുന്നതൊക്കെ പറയുമ്പോൾ ഇവരെന്താ ധൈര്യത്തോടെ വന്നിട്ട് തല്ലി മേടിച്ചു, പ്രൊട്ടസ്റ്റ് ചെയ്തു, അതേപോലെ ജയിലിൽ ധൈര്യത്തോടെ പോയി. ഓക്കെ, ധൈര്യത്തോടെ ജയിലൊക്കെ പോയി ഫില്ല് ചെയ്തു, കുഴപ്പമില്ല, ഇല്ലീഗലാണ്, ഞങ്ങൾ ജയിലിൽ ആയിക്കോളാൻ പറഞ്ഞ പ്രൊട്ടസ്റ്റാണിത്. ഓക്കെ, വിമൻ ജോയിൻ പ്രൊസഷൻസ്, ഡിഫൈഡ് അൺജസ്റ്റ് ലോസ് ആൻഡ് എൻഡ്യൂർ ലാത്തി ബ്ലോസ് വിത്തൗട്ട് റിറ്റാലിയേഷൻ. അവർ നോൺ വയലൻസിൽ ലാത്തി ചാർജ് കിട്ടി, തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. അവർ തെറ്റായ ലോസിൻ്റെ അഗെയിൻസ്റ്റ് പോയി പ്രൊസഷൻസ് നടത്തി, ഓക്കെ, പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി. ഗാന്ധി പെർട്ടിക്കുലർലി പ്രൈസ് ഓർഡിനറി. ഓക്കെ, പ്രത്യേക ആരെയാണ് പൊക്കി പറഞ്ഞത്, ഓർഡിനറി അൺലെറ്റേർഡ് വിമൻ ഹു കണ്ടിന്യൂ ടു സ്റ്റാൻഡ് വിത്ത് എവറി ഈവൻ വൈൽ ബ്ലീഡിങ്. പഠിപ്പില്ലാത്ത അൺഎഡ്യൂക്കേറ്റഡ്, അൺലെറ്റേർഡ് എന്ന് പറയുമ്പോൾ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാരെയും വിമൻ വരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അവരെ പ്രത്യേകം പ്രൈസ് ചെയ്യാണ്. ഓക്കെ, their courage proves that bravery depends on character rather than physical strength, literacy, fame or gender. ഫ്രീഡം ഫൈറ്റിംഗ് ആണുങ്ങളും ശക്തിയുള്ളവരും ബുദ്ധിയുള്ളവരും മാത്രമല്ല, പഠിപ്പുള്ളവർ മാത്രമല്ല, ജെൻഡർ മാറ്റർ ചെയ്യുന്നില്ല, നിങ്ങൾ എത്ര ഫേമസ് ആണെന്ന് മാറ്റർ ചെയ്യുന്നില്ല, ലിറ്ററസി എത്ര പഠിച്ചു എന്ന് മാറ്റർ ചെയ്യുന്നില്ല, ഫിസിക്കൽ സ്ട്രെങ്ത്തും അല്ല, അതെന്താണ് ക്യാരക്ടറിലാണ് ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷെ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഗാന്ധി ഡിക്ലെയർസ് ദാറ്റ് ഇൻഡിപെൻഡൻസ് കനോട്ട് ബി ഗിവൺ ബൈ വൺ നേഷൻ ആസ് എ ഗിഫ്റ്റ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ എന്താ, ബ്രിട്ടീഷുകാർ നമുക്കൊന്നൊരു ഗിഫ്റ്റ് അല്ല, നമ്മുടെ റൈറ്റാണ്, അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല. ഹി ഹാസ് നോട്ട് കം ടു ബെഗ് ഫോർ ഫ്രീഡം. ഞാൻ ബെഗ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഓക്കെ, ഇന്ത്യൻസ് വിൽ കണ്ടിന്യൂ ദെയർ സെൽഫ് സാക്രിഫൈസ് അൺടിൽ ദ ബ്രിട്ടീഷ് നോ ലോങ്ങർ വിഷസ് ടു റിമെയിൻ ഇൻ ആസ് റൂളേഴ്സ്. അപ്പം അവർ നോൺ വയലൻസ് വെച്ചിട്ട് ഇവരെ പറഞ്ഞു വിടും, അല്ലാണ്ട് തല്ലുണ്ടാക്കിയിട്ടോ അല്ലാണ്ട് ബെഗ് ചെയ്യാൻ പോയിട്ടല്ല. ഓക്കെ, ഗാന്ധി ഡസ് നോട്ട് വാണ്ട് ഇന്ത്യാസ് ഫ്രീഡം ടു ബി യൂസ്ഡ് ടു എക്സ്പ്ലോയിറ്റ് another race or even a single individual. The passage concludes that India's dream of independence was realized through non-violence, okay, non-cooperation and sacrifices for freedom fighters. ഇങ്ങനെയാണ് ഇന്ത്യക്ക് ഫ്രീഡം നമ്മൾക്ക് ഫ്രീഡം ഇൻഡിപെൻഡൻസ് കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ റോള് ഓരോ ആൾക്കാർ ചെയ്ത്, ചാർലി ചാപ്ലിൻ എന്താണ് ചോദിച്ചത്, എങ്ങനെയാണ് മീറ്റ് ചെയ്ത്, അതൊക്കെ മനസ്സിലാക്കുക, ഒരു ഓവറോൾ ഐഡിയ കിട്ടുക. എന്നിട്ട് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ
റൈറ്റിംഗിൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഡ്രീംസ് റിയലൈസ്ഡ് ബൈ മഹാദേവ് ദേശായി. ഓക്കെ, അപ്പോൾ മഹാദേവ് ദേശായിനെ പറ്റിയിട്ടും ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ചോ. ഞാനിവിടെ നോട്ട്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ 10 minutes is up, ചാപ്റ്റർ ഇസ് ഡൺ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഡീറ്റെയിൽ അടിപൊളിയായിട്ട് ക്ലാസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ടാറ്റ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.